Don't take your office problem to home and home problem to office. And don't forget to celebrate life. If you don't celebrate your life, who is going to celebrate that? ആരും കൊതിക്കുന്ന സാമ്പത്തിക ഔന്നത്യം. വലിയ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമ, 16 റോൾസ് റോയ്സ് കാറുകൾ കൈവശം വച്ചിരുന്ന വ്യക്തി. എന്തുകൊണ്ട് എല്ലാം ഒരു നിമിഷം ഒരു തോക്കിൻ കുഴലിൽ അവസാനിപ്പിച്ചു? ഉത്തരമില്ല. വായിൽ വെള്ളിക്കരണ്ടിയോടുകൂടിയുള്ള ഒരു ജന്മമൊന്നും ആയിരുന്നില്ല ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ടും ഈ നിലയിലുള്ള ഒരു സാമ്പത്തിക വിജയം അദ്ദേഹം നേടിയിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ പ്രതിസന്ധികളെ അദ്ദേഹം ഇതിനു മുൻപും കണ്ടിട്ടുണ്ടാവില്ലേ? അതിനെയൊക്കെ തരണം ചെയ്തിട്ടുണ്ടാവില്ലേ? എന്തുകൊണ്ട് ഈ ഒരു കടമ്പ അദ്ദേഹത്തിന് അതിജീവിക്കാൻ കഴിഞ്ഞില്ല? 2000 ആണ്ടിന് ശേഷം ആത്മഹത്യ ചെയ്ത ശതകോടീശ്വരന്മാർ നിരവധിയാണ്. മിക്കവരിലും കാണുന്ന കോമൺ ഫാക്ടേഴ്സ് ഒന്ന് തന്നെ: ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി, കച്ചവടം, മാർക്കറ്റ് കൊളാപ്സ്. അങ്ങനെയല്ല, ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നു. ചോദ്യങ്ങൾ ബാക്കിയായി, മരിച്ചവർ യാത്രയായി. ജീവിതം മനോഹരമാക്കുന്നത് അത് എന്നെങ്കിലും ഒരിക്കൽ അവസാനിക്കും എന്ന ബോധ്യം തന്നെയാണ്. അതെന്ന് സംഭവിക്കും എന്ന അനിശ്ചിതത്വവും അതിനുശേഷം എന്ത് എന്ന അജ്ഞതയും അതിന്റെ മാറ്റുകൂട്ടുന്നു. ആത്മഹത്യ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു താൽക്കാലിക പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി നിങ്ങൾ കാണുന്ന ഒരു കാര്യമാണ്. പ്രശ്നം താൽക്കാലികം മാത്രമാണെന്നും അത് അതിജീവിക്കുമെന്നും തിരിച്ചറിയാൻ നിങ്ങൾ ജീവനോട് ഉണ്ടായേ മതിയാവും. ലൈഫ് ഈസ് പ്രഷ്യസ്, പ്ലീസ് ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. ലൈഫ് ഇസ് എ സെലിബ്രേഷൻ. ഞാൻ എപ്പോഴും ആ ഒരു കോൺസെപ്റ്റിന്റെ ആളാണ്.